നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറില്ലാതെ ജനം ദുരിതത്തിൽ. ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ചും ധർണയും. സഹജീവികളോട് കരുണ കാണിക്കുന്നിടത്ത് ദൈവസാന്നിധ്യമുണ്ടാകുമെന്ന് കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ. മതിലകം കൂളിമുട്ടം തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷം. സൗജന്യ റേഷൻ അനുവദിക്കണമെന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. മഴക്കാല രോഗങ്ങൾ പടരുമ്പോൾ മതിലകം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറില്ലാതെ ജനങ്ങൾ ദുരിതത്തിൽ. ഒരാഴ്ചയോളമായി ഇവിടെ ചികിത്സ തേടിയെത്തുന്നവർക്ക് സേവനം ലഭിക്കാതെ മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ്. നേരത്തെ ഇവിടെയുണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയെങ്കിലും പകരം പുതിയ നിയമനം ആവാത്തതാണ് പ്രശ്നം. പകർച്ചരോഗങ്ങളും മറ്റുമായി 150ഓളം പേരാണ് ഇവിടെ OP-യിലെത്താറുള്ളത്. മറ്റു ജീവനക്കാരും മരുന്നുമുണ്ടെങ്കിലും ഡോക്ടർ ഇല്ലാതായതോടെ രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. മതിലകം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൂളിമുട്ടത്തിന് പുറമെയുള്ള രണ്ടാമത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് ഇത്. മതിലകം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് CPIM മതിലകം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. മതിലകം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖല, വൈദ്യുതി, കുടിവെള്ളം ഇത്യാദി മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിധമാകെ കുത്തഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഡോക്ടർ ഇല്ലാതായിട്ട് ഏകദേശം 10-12 ദിവസത്തോളമായി. ഈ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ വ്യാപകമായി പകർച്ചവ്യാധികളും പനിയും പിടിപെട്ടുകൊണ്ട് മനുഷ്യന്മാർ മരിക്കുന്ന വാർത്തകൾ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായ ചികിത്സ ലഭ്യമാക്കേണ്ട ഈ കേന്ദ്രത്തിൽ 10-12ഓളം ദിവസം ഡോക്ടറില്ലാതെ നൂറുകണക്കിന് ആളുകൾ ദിവസവും വന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TS ഗോപിനാഥൻ, KV രാജേഷ്, അഡ്വക്കേറ്റ് TS ഷഫീർ, ബിന്ദു സന്തോഷ്, ബുഷറ അസീസ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും പഠനോപകരണ വിതരണവും നടത്തി. ചന്ദ്രാപിന്നി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ നാട്ടിക ഫർക്കാസ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. 98.5 എന്ന് പറഞ്ഞാൽ ഏകദേശം 99 ആൾക്കാർ 100 പേര് പരീക്ഷയിൽ ഇരുന്ന് കഴിഞ്ഞാൽ 99 പേരും പാസ്സാകുന്ന ഒരു ചരിത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരാളെങ്ങനെ തോൽപ്പിക്കാൻ പറ്റുക എന്ന അപ്പോഴും കിട്ടും ചില സ്കൂളുകാർക്ക് 100. സംസ്ഥാനത്ത് 100 പേരെടുത്താൽ 32 പേര് പാസ്സാകുമ്പോൾ നമ്മുടെ സ്കൂളിൽ മാത്രം 100-ൽ 100 പാസ്സായിരിക്കുന്നുള്ളതാണ് അന്നത്തെ അർത്ഥം. അപ്പൊ അതൊരു മെറിറ്റാണ്, മെറിറ്റോറിയസ് ആയിട്ടുള്ളൊരു സാധനം. അപ്പൊ നമ്മുടെ ഷീല വരുന്നത് കോഴിക്കോട്. ഷീലക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ പ്രിൻസിപ്പൽ. ഞാൻ പറഞ്ഞപ്പോൾ ഒരു സത്യം പറയാം, കുട്ടികളോട് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ രീതികളെ കുറിച്ചുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അപകടം എന്ന് പറഞ്ഞാൽ സത്യം പറയരുത് എന്നുള്ളതാണ് വേദികളിൽ നിൽക്കുന്ന പ്രഭാഷകന്മാരോട് പിന്നിലിരിക്കുന്നവർ പറയുന്നത്. ഇവിടെ പിന്നിലിരിക്കുന്നവരെന്നുള്ളതൊക്കെ അല്ല ഞാൻ പറയാം. ലോക സ്വഭാവം ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല സത്യം. ബാങ്ക് പ്രസിഡന്റ് MCK ഇബ്രാഹിം കുട്ടി മാസ്റ്റർ അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ക്യാഷ് അവാർഡ് വിതരണവും കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KR ജയത്രൻ പഠനോപകരണ വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്താരാമൻ, പഞ്ചായത്ത് അംഗങ്ങളായ രത്നചന്ദ്രൻ, TK ചന്ദ്രബാബു, ഗീത മോഹൻദാസ്, PK ഹംസ, ബാങ്ക് സെക്രട്ടറി KK ആര്യമാല, MM ശശീന്ദ്രബാബു, MK ഫൽഗുണൻ, PC രാജീവ്, VK ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു. സഹജീവികളോട് കരുണ കാണിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യമുണ്ടാകുമെന്ന് കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ. നാട്ടിക മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൗഖത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ സംഘടിപ്പിച്ച റംസാൻ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാം വെട്ടിപ്പിടിക്കുവാനും കീഴടക്കുവാനുമുള്ള മനുഷ്യന്റെ നിലപാടുകൾ സാമൂഹ്യ വിപത്തുകൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
സമാന്തരമായി നിൽക്കുകയാണ്. പുണ്യങ്ങളെ കൊണ്ട് തന്നെ മാറ്റേണ്ട കാലമാണ് നമുക്കറിയാം. എല്ലാ സമയത്തും നാം ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പരിശുദ്ധമായ റമദാനിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട സമയം സന്ദർഭവുമാണ്. കാരണം അതിന് അമലുകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്ന മാസമാണ്. മഹല്ല പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു. ബുഹാരി ഫൈസി കണിയാപുരം റംസാൻ വ്രതത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. മഹല്ല് ഖത്തീബ് സിദ്ദിഖ് റഹ്മാനി, ഹാഫിൽ നജീബ് മൗലവി, പി കെ അബ്ദുൽ മജീദ്, കെ ബി ബീരാവു, മഹല്ല് സെക്രട്ടറി സി എ മുഹമ്മദ് റഷീദ് എന്നിവർ സംസാരിച്ചു. മതിലകം കൂളിമുട്ടം തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷം. സൗജന്യ റേഷൻ അനുവദിക്കണമെന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ. മതിലകം ഗ്രാമപഞ്ചായത്തിലെ കൂളിമുട്ടം, സെൻട്രൽ ബീച്ച്, ഭജനമഠം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കടലേറ്റം രൂക്ഷമായിട്ടുള്ളത്. ഇതേ തുടർന്ന് ഏറെ തീരം കടലെടുത്തു. കടലോര മേഖലയിലെ തെങ്ങുകളും കാറ്റാടി വൃക്ഷങ്ങളും ശക്തമായ കടലേറ്റത്തിൽ നിലം പതിച്ചു. ഉച്ചയോടെയാണ് ഈ മേഖലകളിൽ കടലേറ്റം കൂടുതൽ ശക്തമായത്. ശക്തമായ കാറ്റ് മൂലം കടൽ പ്രക്ഷുബ്ധമാണ്. പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വള്ളം കടലിലിറക്കാൻ സാധിച്ചിട്ടില്ല. ട്രോളിംഗ് നിരോധനം മൂലവും നൂറുകണക്കിന് മത്സ്യബന്ധന തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും വരുതിയിലാണ്. ട്രോളിംഗ് നിരോധന സമയങ്ങളിലും സർക്കാർ സൗജന്യ റേഷൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപനം നടത്താറുണ്ടെങ്കിലും തീരദേശ മേഖലയിലെ പലർക്കും ഇത് ലഭ്യമായിട്ടില്ലെന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഈ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം അടിയന്തരമായിട്ട്. അതേപോലെ തന്നെ ഈ സെൻട്രൽ ബീച്ചിൽ, കൂളിമുട്ടം സെൻട്രൽ ബീച്ച് എന്ന് പറഞ്ഞാൽ കർക്കച്ചാലിപ്പള്ളി ബീച്ചാണ്. ആ ബീച്ചിൽ കടൽഭിത്തി തീരെ ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെ അടിയന്തരമായിട്ട് സീവാൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഫിഷിംഗ് ഗ്യാപ്പോട് കൂടി സീവാൾ നിർമ്മിക്കുകയും വേണം. കൂളിമുട്ടം സെൻട്രൽ ബീച്ചിൽ കടൽഭിത്തി തകർന്ന നിലയിലാണ്. ഫിഷിംഗ് ഗ്യാപ്പ് ലഭ്യമാക്കി ഈ മേഖലയിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കൂടാതെ ഭജനമഠ മേഖലയിലെ തകർന്ന സംരക്ഷണ ഭിത്തി റീടെൻഡർ നൽകി പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നൂറുകണക്കിന് വീട്ടുകാരാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. ഓരോ രാത്രിയും നെഞ്ചിടിപ്പോടെയാണ് ഇവർ തള്ളി നീക്കുന്നത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള വിവിധ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. വിദേശത്ത് തൊഴിലിന് പോകുന്ന യുവതി യുവാക്കളായ 10 പേർക്ക് 2,34,500 രൂപയും പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 1,75,000 രൂപയും പട്ടിക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായം 26 പേർക്ക് 15,45,000 രൂപയുമാണ് വിതരണം ചെയ്തത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ധനസഹായം വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബേബി ജനാർദ്ദൻ അധ്യക്ഷയായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EV വേണു, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി V ശാന്താറാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK അബ്ദുൾ മജീദ്, AR രവീന്ദ്രൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, ബിന്ദു സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.